നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിൻ ആൽവാരസ് ട്രാൻസ്ഫർ നോവൽ തുടരുകയാണ്. ഇതാ അത്ലറ്റിക്കോ മാഡ്രിഡ് പുതുതായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്നവർ എടുത്ത തീരുമാനത്തിന് ബോർഡ് അംഗീകാരം കൊടുക്കുകയാണ്. അതായത് ബോർഡ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റ് ബോർഡ് മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ സംഗതി വളരെ കൃത്യമാണല്ലോ. എന്താണ് ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഗിൽമാരിനടക്കം ഉള്ളവരെടുത്ത സ്റ്റാൻഡ് നമുക്കറിയാം. എന്തു വന്നാലും ബാഴ്സലോണയ്ക്ക് താരത്തെ കൊടുക്കില്ല എന്നുള്ളതാണല്ലോ ആ സ്റ്റാൻഡ്. അതൊന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ. യുനാനിമസ് സപ്പോർട്ട് ഫ്രം ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ ദി ക്ലബ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒഫീഷ്യലായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഐക്യകണ്ഠേന ഫുൾ സപ്പോർട്ട് ക്ലബിൻ്റെ തീരുമാനങ്ങൾക്ക്, അതായത് ഹുലിൻ ആൽവാരസിൻ്റെ ആ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ബാഴ്സലോണയോട് നെഗോഷിയേറ്റ് ചെയ്യേണ്ട എന്നെടുത്ത തീരുമാനത്തിന് ഐക്യകണ്ഠേന പിന്തുണ നൽകുകയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത്ലറ്റിക്കോ മാഡ്രിഡ് സാധാരണഗതിയിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നെഗോസിയേഷനുകൾക്ക് തയ്യാറാണ്. പക്ഷേ അതിൽ കൃത്യമായിട്ടും എത്തിക്കലായിട്ടും പ്രൊഫഷണൽ മാനറിലും ക്ലബ്ബുകൾ തമ്മിലുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടും വേണം ഈ നെഗോസിയേഷൻസ് നടക്കാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്നവർ നടത്തിയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുകയാണ്. ആ ഒരു പൊസിഷൻ പ്രീവിയസ്ലി FC ബാഴ്സലോണയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് FC ബാഴ്സലോണ ഈ ഒരു റിക്വയർമെൻറ്റ്സ്, അതായത് നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ മാനർ, എത്തിക്കൽ, റെസ്പെക്റ്റ്, ഇതൊന്നും കീപ്പ് ചെയ്യാത്തതുകൊണ്ട് ബാഴ്സലോണയുമായിട്ട് ഒരു തരത്തിലും ഹുലിൻ ആൽവാരസുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ നെഗോസിയേഷന് തയ്യാറല്ല എന്ന് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ ഒരു ബോർഡ് മെമ്പേഴ്സ് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് വളരെ കോൺഫിഡൻ്റ് ആണ്. അതായത് തങ്ങളുടെ ഈ തീരുമാനം താരത്തിന് മനസ്സിലാവും, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ക്ലബിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി ഉപയോഗപ്പെടുത്താൻ പറ്റും. പോയ 2 സീസണുകളിൽ അദ്ദേഹം ക്ലബിൻ്റെ കളറിനെ, ക്ലബിൻ്റെ ബാഡ്ജിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്തോ അതുപോലെ തന്നെ അദ്ദേഹം തുടരും. അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമാവും, ബോധ്യമാവും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുകൂടി സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഈസ് കോൺഫിഡൻറ്റ് ദാറ്റ് അവർ പ്ലെയർ വിൽ അണ്ടർസ്റ്റാൻഡ് ദി ഡിസിഷൻ, ഫോക്കസിങ് ഓൺ വർക്കിംഗ് ടു ദി ബെസ്റ്റ് ഓഫ് ഹിസ് എബിലിറ്റി ടു ഹെൽപ്പ് ദി ക്ലബ് അച്ചീവ് ഇറ്റ്സ് ഗോൾസ് ആസ് ഹി ഹാസ് ഓൾറെഡി ഡൺ ഇൻ ദി 2 സീസൺസ് ഹി ഹാസ് ബീൻ ഡിഫെൻഡിങ് അവർ കളേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുകയാണ്, ഇല്ലടോ ഇല്ല, ബാഴ്സലോണ എന്ത് ചെയ്താലും വേണ്ടില്ല, ബാഴ്സലോണക്ക് ഞങ്ങളുടെ താരത്തെ തരില്ല എന്ന് വീണ്ടും ആ നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.